ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ല ചൂടാണ് വെളിയിൽ. രാവിലെ 9:30 മുതൽ പറയണ്ട. പിന്നെ വൈകിട്ട് ഇനി 5:30 മണി ആവണം ചൂട് മാറണമെങ്കിൽ. എല്ലാവരും ചൂടിൻ്റെ കാഠിന്യം അനുഭവിക്കാമെന്നറിയാം. നമ്മൾ വീട്ടിലിരിക്കുന്നവർ അറിയുന്നില്ല, പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്തൊരു ചൂടായിരിക്കും. പിന്നെ ഓഫീസിലൊക്കെ എല്ലായിടത്തും ഇപ്പോൾ AC ഉണ്ടല്ലോ, അതുകൊണ്ട് അറിയുന്നില്ല. പിന്നെ പഴയതുപോലെ ഒരു വെള്ളക്ഷാമമൊന്നും കാണുന്നില്ല. മറ്റേത് ഈ പഞ്ചായത്തിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വെള്ളം കൊണ്ട് പോകുന്നതൊക്കെ കാണാം. ഇപ്പം പിന്നെ ജലജീവൻ പദ്ധതി ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാ വീട്ടിലും ഇപ്പം പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് അധികം വെള്ളം കൊണ്ടുപോകുന്നതും അതേപോലെ കിണറ്റിൽ വെള്ളം പറ്റിയെന്നൊന്നും പറയുന്ന കേൾക്കുന്നില്ല. പിന്നെ സ്ഥിരം കിണറ്റിൽ വെള്ളം പറ്റുന്ന വീടുകളിലൊക്കെ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ പിന്നെ വെള്ളം വന്ന് ഉള്ള വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കുടിക്കാനൊക്കെ. എങ്കിലും ഇപ്രാവശ്യം ഭയങ്കര അതിരൂക്ഷമായ വെയിലാന്ന് തോന്നുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം ചൂടാണ്. 9:30 ആകുമ്പോഴത്തേന് പറയണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗ്യാസിൻ്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. എല്ലാവരും ഇനി പഴയ വിറകടുപ്പിലൊക്കെ പോണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ബുക്ക് ചെയ്താൽ കിട്ടുന്നുമില്ല. 45 ദിവസം കഴിഞ്ഞേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് ബുക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ആവുന്നേ ഇല്ല. എന്തൊക്കെയോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. TV-യിലും എല്ലാം വാർത്തയിലും എല്ലാം അതാണല്ലോ പറയുന്നത്. ഹോട്ടലുകളെല്ലാം പൂട്ടി, എല്ലാം കുറേയൊക്കെ വിറകടുപ്പാക്കി. ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് വരുവാന്നാണ് തോന്നുന്നത്. ഇപ്പം 2 കുറ്റി ഉള്ളവർക്കൊക്കെ 1 കുറ്റി എടുക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടു. അതിനു മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അങ്ങനെയേ ഉള്ളൂ. എന്നാലും ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം പാചകവാതകവും അതേപോലെ പെട്രോളും ഡീസലും ഒക്കെ വരവ് നിലയ്ക്കുമ്പോൾ എന്തൊക്കെയായി തീരുമെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും ബാധിക്കത്തില്ല, അവരവിടെ കിടന്ന് യുദ്ധം ചെയ്യട്ടെ, നമ്മുടെ കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇതേപോലെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാടും എന്തൊക്കെ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചല്ലേ കഴിയുന്നത്. പ്രത്യേകിച്ചും പാചകവാതകവും പിന്നെ എണ്ണയൊക്കെ ഇല്ലാതെ വന്നാൽ ആകെപ്പാടുപെട്ടു. ഇപ്പം അറിയുന്നില്ല, ഒരു മാസം കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ആകെപ്പാടെ എല്ലാവരുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇപ്പം തന്നെ ഈ ഒരുപാട് കല്യാണങ്ങൾ ഏപ്രിലൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കാറ്ററിങ് എടുത്തിട്ടുള്ളവരൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. പറയുന്നുണ്ട് എങ്ങനെ ഫുഡ് റെഡിയാക്കിയ സമയത്ത് കൊടുക്കുമെന്ന് അറിയത്തില്ല. വിറകടുപ്പാണെങ്കിലും വിറകടുപ്പിൽ പണ്ടൊക്കെ എല്ലാവരും ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെല്ലാം സ്പീഡ് ചെയ്തല്ലേ ശീലം. അതുപോലെ തലേന്നത്തെ പാർട്ടിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ഓരോ ഐറ്റമൊക്കെ അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെയാണ്. ഇനിയിപ്പം അതിൻ്റെയൊക്കെ എണ്ണമൊക്കെ കുറയ്ക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1-2 കല്യാണങ്ങളുടെയൊക്കെ പാർട്ടി ആൾക്കാർ പറയുന്നുണ്ട്, ഒത്തിരി എണ്ണം പറഞ്ഞിട്ടുണ്ട്. വെറൈറ്റി ഫുഡൊക്കെ പറയുമല്ലോ, അന്നേരം അതിൽ നിന്ന് 1-2 അതൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ളത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് വിറകടുപ്പിലെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് തീരുമാനമായിരിക്കുന്നത്. ഇനി ഏപ്രിൽ മെയ്യിലൊക്കെ ഒരുപാട് കല്യാണം വരുന്ന സമയമാണല്ലോ. അങ്ങനെ കല്യാണ പാർട്ടികളും അതുപോലെ ഹോട്ടലുകാരും എല്ലാം വിഷമിച്ചിരിക്കുക. പിന്നെ വീട്ടമ്മമാരാണെങ്കിലും വീട്ടിൽ തന്നെ ജോലി എടുക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ വിറകടുപ്പ് കത്തിക്കുന്ന അപൂർവം വീട്ടമ്മമാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്നി കുക്കറിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ ഗ്യാസിലും ഒക്കെ ഇൻഡക്ഷൻ കുക്കറിലും ഒക്കെ ചോറ് വെക്കുന്നവരാണല്ലോ. അപ്പോഴും വീട്ടിലിരിക്കുന്നവർ എങ്ങനെയും അടുപ്പൊക്കെ കത്തിച്ച് ഉള്ള വിറവൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ ജോലിക്ക് പോകുന്നവരുടെ കാര്യം എന്താ? രാവിലെ എണീറ്റ് പിന്നെ അടുപ്പിയിട്ട് വെള്ളം തിളപ്പിച്ച് തീയൊക്കെ കത്തിച്ച് ബസ്സിലൊക്കെ കയറി ജോലിക്ക് സമയത്ത് പോകേണ്ടുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും എങ്ങനെയെങ്കിലും ഗ്യാസിൻ്റെ എങ്കിലും ഒരു തീരുമാനം പെട്ടെന്നായെങ്കിൽ മതിയായിരുന്നു. വില എന്തായാലും കൂടിയിട്ടുണ്ട്. 912 ഇപ്പോഴത്തെ വില. ഇനി അതിലും കൂടാനാണ് സാധ്യത. 1000 കൂടും. അതിപ്പോൾ എത്ര കൂടിയാലും എങ്ങനെയെങ്കിലും വാങ്ങിക്കാം. പക്ഷെ എന്ത് ചെയ്യാന്, കിട്ടാൻ വേണ്ടേ. പിന്നെ ഈ ഹോട്ടലുകളൊക്കെ നടത്തുന്നവരുടെ കാര്യം എല്ലാവരും ഭയങ്കര പ്രതിസന്ധിയില്ല. ഇപ്പോൾ ഹോട്ടൽ നിർത്തുകയെന്ന് വെച്ചാൽ 1-2 പേരുടെ തൊഴിലാണോ? ഇപ്പോൾ ഈ ബംഗാളികളായാലും എല്ലാവരും പുറത്തുനിന്ന് ജോലിക്ക് വരുന്നത് കൂടുതൽ ഹോട്ടൽ ജോലിക്കൊക്കെ അല്ലേ. അവർക്കും എല്ലാം പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. ഒരു ട്രംപ് വരുത്തി വെച്ച വില കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ട്രംപിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാതിരുന്ന ഇറാനിൽ കയറി കളിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പം വിമാന സർവീസൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്, ചീറ്റുന്നുണ്ടെന്നൊക്കെയാണ് അവിടെ നിന്നുള്ള ബന്ധുക്കളൊക്കെ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത്.
ചില ദിവസം ചില സമയവും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും. കോളേജിൽ പിള്ളേരൊന്നും പോയി തുടങ്ങിയില്ല. അതുപോലെ ഓഫീസുകളും മിക്കവാറും എല്ലാം ഓൺലൈൻ തന്നെ നടക്കുന്നുണ്ട്. പകലിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ രാത്രിയാകുമ്പോൾ ഒരു 12 മണി കഴിയുമ്പോൾ സൈറൺ അടിക്കുകയും പിന്നെ അവിടെ ഇവിടെ എല്ലാം പൊട്ടുന്നതൊക്കെ കേൾക്കാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ എപ്പോൾ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഒരു നിശ്ചയവും ഇല്ല. എല്ലാം തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ അവസാനിപ്പിക്കാനാണ് പാട്. അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ ഇറാനിലൊക്കെ ഉള്ള ആൾക്കാർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾക്ക്. അല്ലേ, ഇത് യുദ്ധം നടക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ കാര്യം പറയുകയും വേണ്ട. നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പം ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ടെൻഷനാവും. ഇനിയിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് നന്നായിട്ട് കൂടും. AC ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പം കറണ്ട് ചാർജിൻ്റെ കാര്യം പറയണ്ടല്ലോ. എല്ലാവരുടെ വീട്ടിലും നല്ല കറണ്ട് ചാർജ് ആയിരിക്കും. ഈ ചൂട് കാരണം എല്ലാവരും AC ഓൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ കറണ്ട് ചാർജ് നന്നായിട്ട് കൂടും. അതിൻ്റെ കൂടെ ഇപ്പം ഇനി ഇൻഡക്ഷൻ കുക്കറിലും കൂടെ ഒരുപാട് പാചകങ്ങളും കൂടെ ചെയ്യുമ്പോൾ എന്തായാലും കറണ്ട് ചാർജിൻ്റെ കാര്യത്തിൽ നല്ലൊരു തുക വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിറകൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിറക് അടുപ്പ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ വിറക് മുറ്റത്ത് അടുപ്പ് കൂട്ടി കത്തിക്കുകയോ സ്ഥലം ഉണ്ടെങ്കിൽ. ഇപ്പം ആർക്കും അധികം വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല. ഇപ്പം TV തന്നെ ഒരാൾ പറയുന്ന കേട്ട്, ഒരു ഹോട്ടലിൽ വിറകടുപ്പ് കത്തിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വഴക്ക് പറയുന്നു, പുക അങ്ങോട്ട് ചെല്ലുന്നെന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തടുത്തായിരിക്കുമല്ലോ ഇപ്പം വീടുകളും കെട്ടിടങ്ങളും ഒക്കെ. അന്നേരം നമ്മൾ പണ്ടത്തെ കണക്ക് മുറ്റത്ത് അടുപ്പ് കൂട്ടി നല്ലതായിട്ട് തീയരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് സ്ഥലവും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് അടുപ്പൊക്കെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇപ്പം വിറകടുപ്പും ഇല്ല, ഗ്യാസും ഇല്ല. പിന്നെ ഇൻഡക്ഷൻ കുക്കറേ അവർക്ക് ഉപയോഗിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. എന്തായാലും ഈ പ്രതിസന്ധിയൊക്കെ എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഒരു അവസാനവും ഇല്ല. തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാവൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആൾക്കാർക്കൊന്നും ഒരു എത്തും പിടിയില്ലാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ. ഗ്യാസ് ഇല്ലെന്ന് കേൾക്കുന്നതേ ഒരു തലവേദനയും അന്നേരത്തെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും വിഷമവും ഒക്കെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ല അവർക്ക്. ഗ്യാസ് തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ബുക്ക് ചെയ്താൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയും കൂടെ ഒന്ന് ഓർത്ത് നോക്കൂ. എന്തായാലും ഈ പ്രതിസന്ധിയൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് കുടിവെള്ളക്ഷാമവും അതേപോലെ നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ മഴ ഇതുപോലെ ഇനി ഈ ചൂടടിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ മഴ കാണും കേട്ടോ. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല തകർത്ത് മഴയും ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിരിക്കും. എല്ലാ വർഷവും അങ്ങനെ ആണല്ലോ. നല്ല കൊള്ളിയാനും ഇടിയും മഴയൊക്കെ ആയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതും അന്നേരം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇപ്പോൾ ഈ പ്രതിസന്ധി നമ്മളെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടെൻഷനിലിരിക്കുക. ഏത് സമയത്താണ് എന്താ സംഭവിക്കുന്നത് എല്ലാം കൂടെ തിരിച്ചു വരേണ്ടി വന്നാൽ ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ചുള്ളൊരു ജീവിതമൊന്നും നമുക്ക് ഗൾഫ് രാജ്യം ഉള്ളതുകൊണ്ടാണല്ലോ കേരളം ഇത്രയും പുരോഗമിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ ജീവിത പ്രതിസന്ധിയും ഒക്കെ ആലോചിച്ചിട്ട് അവർക്കും ടെൻഷനാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലയോ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു യുദ്ധം വരുത്തി വെച്ച എന്ന് മാത്രമേ നമുക്ക് ഇതിനൊക്കെ പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ സമയം ഉണ്ടാവുമല്ലോ. നമുക്ക് കൊറോണ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ യുദ്ധങ്ങളെന്നും വലിയ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ എളുപ്പമാണ്, പിന്നെ ആ യുദ്ധം നിർത്താനാണ് പാട്. ഇപ്പം പിന്നെ ഈ ഇറാനിലോട്ടുള്ള യുദ്ധം ഒരാവശ്യമില്ലാത്ത ഒരു കാര്യമായി എന്നാണ് എല്ലാവർക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്തൊരു യുദ്ധമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് തോന്നിയ ഒരു യുദ്ധം. ഇനിയിപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വാർത്തയിലും ആകപ്പാടെ പ്രശ്നങ്ങളാണെന്നാണ് കാണുന്നത്. ഇനിയും ഇത് വലുതായി തീരാനാണ്. സമാധാന ചർച്ചകളിലൂടെ എളുപ്പം പെട്ടെന്ന് അത് ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് യുദ്ധം ഒത്തിരി കൂടെ വലിയ യുദ്ധമായി തീരുന്ന ലക്ഷണത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറയാൻ വന്നത് നമ്മുടെ പാചകവാതകത്തിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ക്ഷാമവും അതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്.
ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒന്നും ഒരു എത്തുപിടിയില്ല. നിങ്ങളുടെയൊക്കെ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ എഴുതുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.